താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ നിർദ്ദേശങ്ങൾ പങ്കുവച്ച് സംഘടനകൾ. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ കാലടി സന്ദർശനത്തിന് മുന്നോടിയായി കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗത്തിൽ 40ഓളം സംഘടനകളിൽ നിന്ന് 60 പേർ പങ്കെടുത്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KV ടോളിൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ജസ്റ്റോ പോൾ മോഡറേറ്ററായി. ഒക്കൽ മുതൽ മറ്റൂർ വരെ മീഡിയൻ സ്ഥാപിക്കുക, ട്രാഫിക് അച്ചടക്കം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികളും പിഴയും ഈടാക്കുക, കാലടിയിൽ അടിയന്തരമായി ട്രാഫിക് യൂണിറ്റ് സ്ഥാപിക്കുക, കാലടിയിലെ വൺ വേ സംവിധാനം ശാസ്ത്രീയമാക്കുക, കാലടിയിലെയും മറ്റൂരിലെയും ബസ് സ്റ്റോപ്പുകൾ പുനഃക്രമീകരിക്കുക, ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായി ട്രാഫിക് വാർഡന്മാരെ നിയോഗിക്കുക, അതിനായുള്ള ഫണ്ട് ട്രാഫിക് ലംഘനം നടത്തുന്നവരിൽ നിന്നും ഈടാക്കി കണ്ടെത്തുക തുടങ്ങിയവയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ. പാലത്തിന്റെ ബലക്ഷയം കൂടി കണക്കിലെടുത്ത് താൽക്കാലികമായി ആവശ്യം നടപ്പിലാക്കാം. ഒരു മിനിറ്റ് കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ ഗ്രേഡിലുള്ള വാഹനങ്ങൾ, ഹെവി വാഹനങ്ങൾ, വലിയ ആക്സിൽ കൂടുതൽ വാഹനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ വാഹനങ്ങളെക്കാളും 10 മടങ്ങ് ആ റോഡ് അവർ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പം ഡ്രൈവർമാർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കൊടുത്തേക്കേണ്ടത്, ഇതിലെ തന്നെ പോകണമെന്ന്. മറ്റ് നിർദ്ദേശങ്ങൾ ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും അതിനെ സംബന്ധിച്ച് സംസാരിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ആവർത്തിക്കേണ്ട. മാത്രവുമല്ല, ചുരുക്കി സംസാരിച്ചാൽ, കാരണം നമ്മൾ ഇത്രയധികം ആളുകളുണ്ട്, അതുകൊണ്ട് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ക്രിസ്പായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചാൽ നന്നായിരിക്കും. അധികൃതരുടെ ഒരു വലിയ അലംഭാവം ഞാൻ പലപ്പോഴും ട്രാഫിക് ബ്ലോക്ക് പെരുകാൻ കാരണമായി തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ ഒരു നിരത്ത് സാക്ഷരതയില്ലായ്മയാണ്. ഒരു വണ്ടി എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് എങ്ങനെ ഓടിക്കണം, എവിടെ പാർക്ക് ചെയ്യണം, ഏത് ലൈൻ വഴി പോകണം എന്ന് പോലും ഉള്ള മിനിമം ധാരണയില്ലാതെ വണ്ടി എടുത്ത് ഇറങ്ങുന്നവരുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഇത് അധികൃതരുടെ മാത്രം ഒരു വീഴ്ചയായിട്ട് മാത്രമേ കാണാൻ കഴിയില്ല. വണ്ടി ഉപയോഗിക്കുന്നവർ മിനിമം ധാരണ വേണം, ഒരു പൊതുബോധം വേണം. എൻ്റെ വാഹനം എവിടെയെങ്കിലും പ്രശ്നമാക്കുന്നുണ്ടോ, ഞാൻ എവിടെ നിർത്തുന്നു, എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്കമാലി MLA റോജി M. ജോൺ, കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ മോഹൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൻസി ജിജോ, സിജോ ചൊവ്വരാൻ, കാലടി കാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജോയിന്റ് RTO സലീം കുമാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, PWD ഉദ്യോഗസ്ഥർ, കാലടി പള്ളി വികാരി ഫാദർ മാത്യു കിലുക്കൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനകൾ, ബസ് ഉടമകൾ, ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, മേഖലാ ഭാരവാഹികൾ, സാമുദായിക സംഘടനാ പ്രതിനിധികൾ, വിവിധ ക്ഷേത്രങ്ങളുടെ പ്രതിനിധികൾ, സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സമിതിയുടെ കാലഘട്ടത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിയിരുന്നു. അപ്പോൾ ഒരു സെൻട്രൽ മീഡിയൻ, താന്നിപ്പുഴ മുതൽ മറ്റൊരു വരെ സെൻട്രൽ മീഡിയനാണ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു നിർദ്ദേശമായിട്ട് വന്നത്. അപ്പോൾ അത് പിന്നീട് വന്ന കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ ബോർഡുകളടക്കം വേറൊരു കരാറുകാരന് കൊടുത്ത് പണി ആരംഭിച്ചതാണ്. പിന്നീട് വീണ്ടും അതിനകത്ത് എന്തോ ഇടപെടലുകൾ വന്നത് നിന്നുപോയി. നമ്മളിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ജൂൺ 3-ാം തീയതിക്കകം നമുക്ക് ഇപ്പോൾ വരുത്താൻ പോകുന്ന നമ്മുടെ പരിഷ്കാരം ഉടനടി എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം. കാരണം രണ്ട് വാർഡന്മാരെ വെച്ച് മറ്റൊരു ജംഗ്ഷനിൽ 2 വാർഡന്മാരെ വെച്ചപ്പോൾ വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ നമ്മൾ ആ സിഗ്നലിൽ വെച്ചു, ആ സിഗ്നലിൽ അതിന്റെ വേണ്ടത്ര പഠനം നടത്താൻ നമ്മൾ വെച്ചു. നമ്മുടെ പഞ്ചായത്തിന്റെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മീറ്റിംഗിൽ പലതവണ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതിന് ഓരോ സൊല്യൂഷൻസ് ഉണ്ടാക്കി വെക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു പ്രശ്ന പരിഹാരത്തിന് നമ്മുടെ സജഷൻസ് സ്വീകരിച്ച് പൊതുജനങ്ങളിലായിട്ടുള്ള എല്ലാവരിൽ നിന്നും വിവിധ സംഘടനകളെല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ട് ഒരു 6:30 മുതൽ ഒരു 8 മണി വരെ നമ്മുടെ പ്രതിനിധികൾ ആരെങ്കിലും ജംഗ്ഷനിൽ ചെന്ന് വെറുതെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. കാലടി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് നമ്മൾ അനുവദിച്ചിരുന്ന സ്ഥലത്തല്ല രാവിലെ നിർത്തുന്നത്. അത് 4 റോഡിൻ്റെയും തിരിയണ ഭാഗങ്ങളിൽ തന്നെ ബസ് നിർത്തും. രാവിലെയാണ് ഏറ്റവും വലിയ വണ്ടികൾ, ട്രെയിലറുകളെല്ലാം പാസ് ചെയ്യുന്നത്.
പഞ്ചായത്തിൻ്റെ അധികാരികൾക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളുടെ ആളുകൾ. അപ്പോൾ നിങ്ങൾ വെറുതെ ഇറങ്ങിയാൽ മതി. ഇപ്പം തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാൻ പറ്റും പല സാധനങ്ങളും പുറമ്പോക്കുകാരാണ് അവർ കയറ്റിയിടുന്നത്. അതിന് പുറമെ അവരുടെ സാധനങ്ങൾ ഫുട്പാത്തിലോട്ട് കയറ്റിയിട്ട് കാൽനടക്കാരുടെ കണ്ണും കാലും ഒക്കെ പോകുന്ന രീതിയിലാണ്. എന്നിട്ട് അവരെ വഴിക്ക് പറയാം. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ബ്ലോക്ക് തന്നെയാണ്. ഇപ്പം മറ്റൊരു ടൗണിൽ നോക്കുകയാണെങ്കിൽ കൈപ്പറ്റൂരിൽ നിന്ന് വരുന്ന വണ്ടികൾ നേരെ റോഡിന്റെ നടുക്കാണ് റോഡ് ക്രോസ് ചെയ്ത് നിർത്തുന്നത്. അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വണ്ടികൾ റോഡിന്റെ നടുക്കിലേക്ക് കയറ്റിയാണ് റോഡ് ക്രോസ് ചെയ്ത് നിർത്തുന്നത്. എല്ലാ വണ്ടികളും നേരെ റോഡിന്റെ നടുക്കിലേക്ക് കയറ്റി നിർത്തി റോഡ് ബ്ലോക്ക് ആക്കുന്നതാണ്. അതുപോലെ തന്നെ കാലടി ടൗണിലും. യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഈ മാസം ഗതാഗത മന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള യോഗത്തിൽ സമർപ്പിക്കും.